നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ വി രാജേഷിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവിശ്വാസ പ്രമേയം സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം നടപ്പിലാകാൻ സാധ്യതയില്ലെന്ന് സൂചന. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ 1/3 പേരുടെ ഒപ്പ് അനിവാര്യമാണ്. എന്നാൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് 20 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ CPMന്റെ സഹകരണം അനിവാര്യമാണ്. എന്നാൽ കോൺഗ്രസുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് ഒപ്പിടാൻ തൽക്കാലം CPM തയ്യാറല്ല. പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും കൗൺസിലിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് CPM താൽപര്യപ്പെടുന്നില്ല. ഈ രാഷ്ട്രീയ ഭിന്നതകൾ കാരണം പ്രതിപക്ഷത്തിന് ആവശ്യമായ അംഗബലം സമാഹരിക്കാൻ കഴിയാതെ വരികയും അതുവഴി പ്രമേയം സാങ്കേതികമായി തള്ളപ്പെടുകയും ചെയ്യും. CPMന്റെ പിന്തുണ തേടിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ സജീവമാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് CPM സംസ്ഥാന പ്രാദേശിക നേതൃത്വങ്ങൾ അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ലെന്നാണ് വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിലൂടെ BJPക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താൻ കഴിയുമെങ്കിലും അവിശ്വാസം വിജയിപ്പിക്കാൻ ആവശ്യമായ അംഗബലമില്ലാത്തത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ അത് BJP ഭരണസമിതിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകും. തങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും ഭരണസമിതിക്ക് ഭീഷണിയില്ലെന്ന് മേയർ വി രാജേഷ് പരസ്യമായി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവിശ്വാസത്തെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും മേയർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കൗൺസിലർ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണസമിതിയെ ബാധിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷത്തുണ്ട്. എന്നാൽ സുഗതൻ അയോഗ്യനായാൽ പോലും ഭരണസമിതിക്ക് ഭീഷണി ഉണ്ടാകില്ലെന്നും തൽക്കാലം പ്രതിസന്ധികൾ ഉണ്ടാവില്ലെന്നുമാണ് ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നിയമപരമായ എല്ലാ നടപടികളും കൃത്യമായി പാലിക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയതോടെ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കില്ലെന്ന് BJP വിശ്വസിക്കുന്നു. മുൻപ് നിശ്ചയിച്ചതുപോലെ ഈ മാസം 29-ന് കൗൺസിൽ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. അജണ്ടകൾ ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞു. ശിവൻകുട്ടി, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെ ആരോപണങ്ങളെ കോമഡി എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞ മേയർ ഭരണസമിതിക്കെതിരെയുള്ള ഹർജികൾ നിയമപരമായി നേരിടുമെന്നും പ്രഖ്യാപിച്ചു. സമർത്ഥന പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ CPMന്റെ വാതിലുകളിൽ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും BJPയെ താഴെയിറക്കുക എന്ന ലക്ഷ്യം തൽക്കാലം നടപ്പിലാക്കാൻ സാധ്യതയില്ല. CPM നേതൃത്വത്തിന്റെ മൗനം കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. BJP ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലായ്മ ഉയർത്തിക്കാട്ടി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിലും അവിശ്വാസം പോലെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ അവർക്ക് വലിയ തടസ്സങ്ങളുണ്ട്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അടുത്ത 5 വർഷത്തേക്ക് സുരക്ഷിതമാണെന്ന ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുമുണ്ട്. 2047 വരെ കോർപ്പറേഷനിൽ BJP ഭരണം തുടരുമെന്ന മേയറുടെ പ്രസ്താവന ഇതിന്റെ തെളിവാണ്. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ BJP സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയത്തിന് കൗൺസിലർമാരുടെ ഒപ്പ് ലഭിക്കാത്തതും ഭരണപക്ഷത്തെ തളർത്താൻ കഴിയാത്തതും പ്രതിപക്ഷത്തിന് ക്ഷീണമാകുന്നുണ്ട്. സമർത്ഥന പേരിൽ നടക്കുന്ന അക്രമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഭരണപക്ഷത്തിന് സഹതാപം ഉണ്ടാക്കുന്നുണ്ടോ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സമരമുറകൾ ജനാധിപത്യപരമാകണമെന്ന മേയറുടെ ആഹ്വാനം പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ BJP ഭരണസമിതിക്കെതിരെ ഉയർന്നുവന്ന അവിശ്വാസ നാടകങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും കാരണം അത് മേയർ വി രാജേഷിന്റെ കസേരയ്ക്ക് ഭീഷണിയാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്.